ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്ന 10ാമത് അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. നാളെ റാഞ്ചിയിൽ BIT മേസ്രയുടെ 70ാം വാർഷികത്തിലും ശ്രീമതി മുർമു പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണ. പ്രതിരോധ പങ്കാളിത്തത്തിനായി 10 വർഷത്തേക്കുള്ള രൂപരേഖയിൽ ഒപ്പുവെക്കുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. വാഷിംഗ്ടൺ DC-യിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 529.5 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ടൌൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് കേരളം നൽകിയ കത്ത് പരിഗണിച്ച് വായ്പ അനുവദിച്ചത്. പലിശയില്ലാത്ത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. എന്നാൽ തുക വരുന്ന മാർച്ച് 31 മുൻപ് വിനിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ടൌൺഷിപ്പിൽ റോഡ്, പാലം, സ്കൂൾ തുടങ്ങി ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി പണം വിനിയോഗിക്കാം. എന്നാൽ മൂലധന നിക്ഷേപ വായ്പ ചെലവഴിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയപരിധി പ്രായോഗികമല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് പകരം മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പലിശരഹിത വായ്പ മാർച്ച് 31 മുൻപ് വിനിയോഗിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് വായ്പ അനുവദിച്ച കേന്ദ്ര നടപടിയെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അഭിനന്ദിച്ചു. കാസർകോട് തിരുവനന്തപുരം മലയോര പാതയുടെ കോഴിക്കോട് നിർമ്മാണം പൂർത്തിയായ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചാണ് കിഫ്ബി ധനസഹായത്തോടെ 195 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ട് പശ്ചാത്തല സൌകര്യ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന വികസന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള എക്കണോമിക് കോൺഫറൻസ് 2025 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഫറൻസ് മറ്റന്നാൾ സമാപിക്കും. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലാണ് കൊള്ള നടന്നത്. കൌണ്ടറിലെത്തിയ അക്രമി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു. 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് വിവരം. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിംഗിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പിറന്നാൾ ആഘോഷത്തിനായി മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനാലാണ് പ്രതികൾ ക്രൂരമായി റാഗിംഗ് നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദിനാണ് അന്വേഷണ ചുമതല. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടാന പരിപാലനത്തിന്റെ കോഴിക്കോട് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ADMന്റെ അധ്യക്ഷതയിൽ ചേർന്നു. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഇന്നു മുതൽ ഈ മാസം 21 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ ആന എഴുന്നള്ളിപ്പുകളും റദ്ദ് ചെയ്യാൻ യോഗം തീരുമാനിച്ചു. പേവിഷ മരണങ്ങളില്ലാത്ത ജില്ലയായി കോട്ടയത്തെ മാറ്റുന്നതിനുള്ള പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി J. ചിഞ്ചുറാണി ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പേവിഷ വിമുക്ത കേരളം പദ്ധതി നടപ്പാക്കിയതിന് പിന്നാലെയാണ് പദ്ധതി കോട്ടയത്തേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യുണൈറ്റഡ് കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച കർഷക നേതാക്കളുമായി ചണ്ഡീഗഡിൽ ചർച്ച നടത്തുന്നു. 28 കർഷകരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പഞ്ചാബിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ സമാപനമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഹരിത ഗെയിംസ് എന്ന ആശയം നടപ്പാക്കിയതിന് അദ്ദേഹം സംഘാടകരെ അഭിനന്ദിച്ചു. അടുത്ത ദേശീയ ഗെയിംസിന് വേദിയാകുന്ന മേഘാലയയ്ക്കായി മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ ചടങ്ങിൽ ഗെയിംസ് പതാക ഏറ്റുവാങ്ങി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ ഉൾപ്പെടെയുള്ളവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു.
വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസണിന് തുടക്കമായി. ഗുജറാത്തിലെ വഡോദരയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടുന്നു. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.